നോക്കൂ, ഞാൻ ഈ വിഷയത്തിൽ കാണുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സിനിമയിൽ നിന്ന് വരുന്ന ഒരു പുതുമയുള്ള കാര്യമല്ല. അവിടുത്തെ ഒരു തമിഴ്നാട് അതിന് ചരിത്രത്തോട് നോക്കിയിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നിന്ന് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. സിനിമയിൽ നിന്നും ധാരാളം ആളുകൾ നന്നായി പെർഫോം ചെയ്തവരുമുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വിജയിയുടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. മലയാളികളെ അല്ലെ കേരളത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് മുല്ലപ്പെരിയാറിന്റെ ഡാമിന്റെ ഹൈറ്റ് അവിടെ വെള്ളത്തിന്റെ നില 152 ആക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മറുവശത്തുള്ളവർ ഇപ്പോ ഒരു സിനിമാ നടനായിക്കോട്ടെ, അല്ലെ അദ്ദേഹത്തിന്റെ രക്ഷകൻ ഇമേജ് ആയിക്കോട്ടെ, ആ രക്ഷകൻ തമിഴ്നാട്ടിലെ ആളുകളെ മാത്രം രക്ഷിച്ചാൽ പോരാ, കേരളത്തിലുള്ള നമ്മളെ രക്ഷിക്കണം. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാമോ? അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് പ്രശ്നമെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ചിന്തിക്കേണ്ടി വരും. അവരെന്ത് തീരുമാനിച്ചാലും നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺ ആവേണ്ടവരാണ്. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത് ഇപ്പൊ നോക്കോടെ കാവേരി നദീജല തർക്കമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതൊക്കെ ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എവിടേക്കോ അറിഞ്ഞോ അറിയാതെയോ, അത് ചിലപ്പോൾ അവിടുത്തെ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിരിക്കാം, അല്ല മുൻകാലങ്ങളിൽ അദ്ദേഹം വന്നവരുടെ തുടർച്ചയാവാം. ഒരു പ്രാദേശികവാദത്തിന്റെ ഒരു ധ്വനി കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടോ എന്ന് പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതോടൊപ്പം സമരങ്ങളൊക്കെ മറുവശത്ത് കർണാടകത്തിൽ നടക്കുന്നത്. പിന്നെ നമ്മൾ അത്തരത്തിലുള്ള ഒരു കൂട്ടം അല്ലാത്തതുകൊണ്ട് കേരളത്തിൽ അത്തരത്തിലുള്ള ഇല്ല, നമുക്കില്ല. അതുകൊണ്ട് പക്ഷെ മറുവശത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ മുല്ലപ്പെരിയാർ വിഷയമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അതെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം കാത്തിരുന്ന് കാണുമ്പോൾ ഞാൻ കേവലമായിട്ട് ആ സ്റ്റേറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് മാത്രമല്ല, മുഴുവൻ ജനങ്ങൾക്കുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനമാണ്, നമ്മൾ തൊട്ടടുത്ത് മലയാളം തമിഴ് ഒരുപാട് ബന്ധമുള്ളതാണ്. അപ്പോൾ കേരളത്തിലും തമിഴ് സംസാരിക്കുന്ന ധാരാളം ആളുകൾ. ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. മൂന്നാർ ഭാഗത്തെ ധാരാളമായിട്ടുള്ള തമിഴ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഒരു ബ്രദർ രീതിയിൽ സഹോദരങ്ങളായിട്ട് താമസിക്കുന്ന ജീവിക്കുന്ന ആളുകളുമാണ്. അപ്പൊ അത്യാവശ്യം തമിഴ് അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.